ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഷിബു ചമ്പക്കര, എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്കും ഈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കും ഏവർക്കും സ്വാഗതം. ഇന്ന് വിൽപ്പനയ്ക്കുള്ള ഒരു പുതിയ വീട് തേടിയെത്തിയിരിക്കുന്നത് എറണാകുളത്ത് ഉദയംപേരൂര് ആമേട അമ്പലത്തിനടുത്ത് MLA റോഡിന് തൊട്ട് സമീപത്തായാണ്. ഈ വീട് ലോറി കടന്നു വരുന്ന വഴിയിൽ 3 സെന്റ് സ്ഥലത്ത് 2 കാർ പാർക്കിംഗ് സൗകര്യത്തിൽ വാസ്തുപ്രകാരം കിഴക്ക് ദർശനത്തിൽ 1450 സ്ക്വയർ ഫീറ്റ് സെമി ഫർണിഷ്ഡ് ഇരുനില 3 BHK ആയിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. അടുത്തടുത്ത് വീടുകളോടുകൂടിയ ഗ്രാമാന്തരീക്ഷമുള്ള റെസിഡൻഷ്യൽ ഏരിയയിലാണ് നല്ല ബിൽഡിംഗ് ക്വാളിറ്റിയിൽ പണിയെടുപ്പിച്ച ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ സ്വന്തം ആവശ്യത്തിന് എങ്ങനെയാണ് ഒരു വീട് പണിയുന്നത്, അതുപോലെ നല്ല ഗുണനിലവാരമുള്ള നിർമ്മാണ വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീട് ഉത്തരവാദിത്തത്തോടെ ഇവർ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഗേറ്റ് വാഹനങ്ങൾ കോമ്പൗണ്ടിനകത്തേക്ക് ഓടിച്ചു കയറ്റാൻ പറ്റുന്ന വിധം ലെഫ്റ്റ് ഭാഗത്തേക്ക് സ്ലൈഡ് ചെയ്ത് തുറക്കാൻ പറ്റുന്ന വിധത്തിൽ GIയിലാണ് പണിതിരിക്കുന്നത്. ലെഫ്റ്റ് ഭാഗത്ത് മീഡിയം ടൈപ്പ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് നൽകിയിരിക്കുന്നത്. ലെഫ്റ്റ് പാർക്കിംഗ് ഏരിയയുടെ നീളം 19.5 അടിയും വീതി 8 അടിയുമാണ്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് മൊത്തം വലിയ ഇൻ്റർലോക്ക് ടൈൽ പാകി അതിൻ്റെ ജോയിൻസിൽ ഗ്രാസ് സെറ്റ് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. സിറ്റ് ഔട്ടിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന വലിയ കാർ പാർക്കിംഗ് ഏരിയയുടെ നീളം 16.5 അടിയും വീതി 10.25 അടിയുമാണ്. ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടും ഫ്രണ്ട് സ്റ്റെപ്പുകളും മൊത്തം നല്ല ക്വാളിറ്റി കൂടിയ ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സ്റ്റെപ്പിൻ്റെ നീളം 7.25 അടിയും വീതി 30 സെൻറ്റിമീറ്ററുമാണ്. ഈ സിറ്റ് ഔട്ടിൻ്റെ വലിപ്പം 7.25 അടി നീളവും 3.25 അടി വീതിയുമാണ്. 29 സെൻറ്റിമീറ്ററാണ് സിറ്റ് ഔട്ട് ഉള്ളത്. ഇതാണ് ഗസ്റ്റ് ലിവിങ് ഏരിയ. തട്ടിലാണെങ്കിൽ നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് ഡോറ് 2 പാളിയായിട്ട് 2 സൈഡിലേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിലാണ് പണിതിരിക്കുന്നത്. ഈ ഗസ്റ്റ് ലിവിങ് ഏരിയയുടെ റൈറ്റ് സൈഡിൽ കാണുന്ന ഭിത്തിയിൽ ഗ്ലോസി വുഡൻ ഫിനിഷിങ്ങിൽ മൾട്ടി വുഡിൽ നല്ലൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിവിങ് ഏരിയയുടെ വലിപ്പം 14 അടി നീളവും 10.5 അടി വീതിയുമാണ്. 147 സ്ക്വയർ ഫീറ്റാണ് ലിവിങ് ഏരിയ ഉള്ളത്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെ ഡൈനിങ് ഏരിയയുടെ തട്ടിലാണെങ്കിലും നല്ലൊരു സീലിംഗ് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയുടെ വലിപ്പം 12.5 അടി നീളവും 10.25 അടി വീതിയുമാണ്. 134 സ്ക്വയർ ഫീറ്റാണ് ഡൈനിങ് ഏരിയ ഉള്ളത്. ഇവിടെ സ്റ്റെയറിന് താഴെ റൈറ്റ് സൈഡിലായിട്ട് 90 സെൻറ്റിമീറ്റർ നീളത്തിലും 47 സെൻറ്റിമീറ്റർ വീതിയിലുമുള്ള ഗ്രാനൈറ്റ് സ്ലാബിൽ കൗണ്ടർ മോഡൽ ഒരു ടേബിൾ ടോപ്പ് വാഷ് ബേസിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ താഴെയുള്ള ഭാഗം ഇത്തിരി താഴ്ത്തിയാണ് വിരിച്ചിരിക്കുന്നത്. സ്റ്റെയറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഭാഗത്ത് ഡോറൊക്കെ സെറ്റ് ചെയ്ത് കവേർഡ് ആക്കിയിട്ടുണ്ട്. സ്റ്റെയറിന് താഴെ തന്നെയാണ് ഇൻവെർട്ടർ സെറ്റ് ചെയ്യാനുള്ള സൗകര്യവും നൽകിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണുള്ളത്. ബെഡ്റൂമിന്റെ വലിപ്പം 10.5 അടി നീളവും 10.5 അടി വീതിയുമാണ്. 110 സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബെഡ്റൂം ഉള്ളത്. ബെഡ്റൂമിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ ഏരിയയിൽ ഒരു 2 ഡോറോട് കൂടിയ ഒരു വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രസ്സിംഗ് ഏരിയയുടെ വലിപ്പം 4.25 അടി നീളവും 3.5 അടി വീതിയുമാണ്. 16 സ്ക്വയർ ഫീറ്റ് ആണ് ഡ്രസ്സിംഗ് ഏരിയ ഉള്ളത്. ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6.5 അടി നീളവും 4.25 അടി വീതിയുമാണ്. 27.5 സ്ക്വയർ ഫീറ്റ് ആണ് ബാത്റൂം ഉള്ളത്. ഈ കാണുന്നതാണ് അടുക്കള. സെമി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു അടുക്കളയാണിത്. കിച്ചൺ സ്ലാബ് മൊത്തം ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബിൽ സൈഡ് നോസിങ് ഡബിൾ ഒട്ടിച്ച് പോളിഷ് ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ അടുക്കളയുടെ വലിപ്പം
9.25 അടി നീളവും 9 അടി വീതിയുമാണ്. 87.5 സ്ക്വയർ ഫീറ്റാണ് ഈ അടുക്കളയുള്ളത്. അടുക്കളയോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ കാണാം. ഈ വർക്ക് ഏരിയയുടെ വലിപ്പം 10 അടി നീളവും 4.5 അടി വീതിയുമാണ്. 45 സ്ക്വയർ ഫീറ്റാണ് വർക്ക് ഏരിയ ഉള്ളത്. ഇവിടെ ഒരു സ്ലാബും അതിന് മുകളിലായിട്ടൊരു സിങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്ലാബിന് താഴെയായിട്ട് വാട്ടർ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് തടസ്സങ്ങളൊന്നും ഇല്ലാതെ നടക്കുവാൻ പറ്റുന്ന വിധത്തിൽ ഒരു കാസ്റ്റേറിൻ്റെ മൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് ഫസ്റ്റ് ഫ്ലോറിലുള്ള വിശേഷങ്ങളാണ്. ഇതാണ് മുകളിലേക്കുള്ള സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ ടോപ്പ് ബ്ലാക്ക് ഗ്രാനൈറ്റ് സ്ലാബും സൈഡ് ഭാഗങ്ങൾ മൊത്തം ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്ന ടൈലുമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെയറിൽ മൊത്തം 19 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെയറിൻ്റെ സ്റ്റെപ്പിൻ്റെ നീളം 90 സെൻറ്റിമീറ്ററും വീതി 27 സെൻറ്റിമീറ്ററുമാണ്. സൈഡിൽ ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് സ്റ്റീലിലാണ്. ഇതാണ് അപ്പർ ലിവിങ് ഏരിയ. ഈ അപ്പർ ലിവിങ് ഏരിയയുടെ വലിപ്പം 8.5 അടി നീളവും 8.25 അടി വീതിയുമാണ്. 70 സ്ക്വയർ ഫീറ്റാണ് ഈ ഏരിയയുള്ളത്. ഇതാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 13 അടി നീളവും 11.25 അടി വീതിയുമാണ്. 152.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ വാള് 2 കളറുകളിലായി നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്ക് കൊടുത്ത് 8 സ്ക്വയർ ഫീറ്റ് ടൈലിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6.5 അടി നീളവും 4.25 അടി വീതിയുമാണ്. 27.5 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇതാണ് ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ വലിപ്പം 13 അടി നീളവും 12.25 അടി വീതിയുമാണ്. 165 സ്ക്വയർ ഫീറ്റാണ് ഈ ബെഡ്റൂം ഉള്ളത്. ഈ ബെഡ്റൂമിനോട് ചേർന്നും ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ വേണമെങ്കിൽ ഒരു ഡ്രസ്സിംഗ് ടേബിളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതാണ് ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം. വാളിൽ ഗ്രേ കളറും ബ്രൗൺ കളറുമായിട്ടുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫ്ലോറിൽ ഐവറി കളർ ആൻറ്റി സ്കിഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ബാത്റൂമിൻ്റെ വലിപ്പം 6.5 അടി നീളവും 4.5 അടി വീതിയുമാണ്. 29 സ്ക്വയർ ഫീറ്റാണ് ഈ ബാത്റൂം ഉള്ളത്. ഇതാണ് ബാൽക്കണി. അത്യാവശ്യം വലിപ്പത്തിലാണ് ഈ ബാൽക്കണി സെറ്റ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ മൊത്തം ഹാൻഡ് റെയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഗ്ലാസ്സിലും സ്റ്റീലിലുമാണ് ചെയ്തിരിക്കുന്നത്. ഈ ബാൽക്കണിയുടെ വലിപ്പം 12 അടി നീളവും 8 അടി വീതിയുമാണ്. 96 സ്ക്വയർ ഫീറ്റാണ് ഈ ബാൽക്കണി ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ പരിചയപ്പെടാനുള്ളത് ഒരു ഓപ്പൺ ഏരിയയാണ്. ഫ്ലോറിൽ മൊത്തം ഡാർക്ക് ഐവറി കളറ് ആൻറ്റി സ്കിഡ് 8 സ്ക്വയർ ഫീറ്റ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. ഇവിടെ മൊത്തം എപ്പോക്സി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് തന്നെയാണ് മുകളിലെ ടെറസിലേക്കുള്ള സ്റ്റെയറും നൽകിയിരിക്കുന്നത്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ട് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം ചെയ്തിട്ടുണ്ട്. ഈ ഓപ്പൺ ഏരിയയുടെ വലിപ്പം 12 അടി നീളവും 10 അടി വീതിയുമാണ്. 120 സ്ക്വയർ ഫീറ്റാണ് ഓപ്പൺ ഏരിയയുള്ളത്. ഇതാണ് ഏറ്റവും മുകളിലുള്ള ഓപ്പൺ ടെറസ്. ഇവിടെ ഒരു ടാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഇത്തിരി ഹൈറ്റിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഉദയംപേരൂർ നടക്കാവ് ആമയുടെ ക്ഷേത്രത്തിനടുത്ത് വാഹന സൗകര്യമുള്ള 3 സെൻറ്റ് സ്ഥലത്ത് 1450 സ്ക്വയർ ഫീറ്റ് ഇരുനില സെമി ഫർണിഷ്ഡ് 3 BHK ആയി പണിതിരിക്കുന്ന ഈ പുതിയ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് 66 ലക്ഷം രൂപയാണ്. റേറ്റ് നെഗോഷിയബിൾ ആണ്. ഇവിടെ നിന്നും വൈറ്റ്ല ജംഗ്ഷനിലേക്ക് 11 കിലോമീറ്ററാണ് ദൂരമുള്ളത്. തൃപ്പൂണിത്തുറയിലേക്ക് 6 കിലോമീറ്ററും നടക്കാവിലേക്ക് 1.25 കിലോമീറ്ററും പുതിയകാവ് ആയുർവേദ കോളേജ് ജംഗ്ഷനിലേക്ക് 2.5 കിലോമീറ്ററും തിരുവാങ്കുളത്തേക്ക് 6.5 കിലോമീറ്ററും ചോറ്റാനിക്കരയിലേക്ക് 7 കിലോമീറ്ററും മുളന്തുരുത്തിയിലേക്ക് 2.25 കിലോമീറ്ററും പുത്തൻകാവിലേക്ക് 6.5 കിലോമീറ്ററും കാഞ്ഞിരമിറ്റത്തേക്ക് 8 കിലോമീറ്ററും സീപോർട്ട് എയർപോർട്ട് റോഡിലേക്ക് 7.25 കിലോമീറ്ററും കാക്കനാടേക്ക് 14.5 കിലോമീറ്ററും SN മെട്രോ സ്റ്റേഷനിലേക്ക് 7.5 കിലോമീറ്ററും കുണ്ടന്നൂർ ജംഗ്ഷനിലേക്ക് 11 കിലോമീറ്ററും തേവരയിലേക്ക് 13 കിലോമീറ്ററും കുരിക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്ക് 5 കിലോമീറ്ററും മുളന്തുരുത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്ററും തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.5 കിലോമീറ്ററുമാണ് ഇവിടെ നിന്ന് ദൂരമുള്ളത്.
എറണാകുളം റിയൽ എസ്റ്റേറ്റ് ആൻഡ് മാർക്കറ്റിംഗ് എന്ന വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുന്നതിനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. വീട് നേരിട്ട് വന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർക്കായി വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എൻ്റെ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും നല്ല കൺസ്ട്രക്ഷനിലുള്ള വീടുകളൊക്കെ വാങ്ങിക്കുന്നതിനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവരിലേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ലോൺ ആവശ്യമുള്ളവർക്ക് ഞങ്ങൾ തന്നെ വീടിൻ്റെ പേപ്പേഴ്സൊക്കെ എടുത്ത് ലോൺ പാസ്സാക്കി കൊടുക്കുന്നതായിരിക്കും. നല്ല നല്ല സജഷൻസ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കുകളും എനിക്ക് പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായിരിക്കും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.